പ്രതിപക്ഷ ബഹളത്തിനിടെ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയുള്ള തൊഴിലുറപ്പ് പദ്ധതി ബിൽ കേന്ദ്ര സർക്കാർ എന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഗോഡ്സെയുടെ മാനസികാവസ്ഥയിലാണ് സർക്കാർ എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സഭാ സ്ഥിരം സമിതിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കെ രാധാകൃഷ്ണൻ MP പങ്കെടുത്തില്ല. 2 ദിവസത്തേക്ക് സഭയിൽ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് കാണിച്ച് കോൺഗ്രസ് MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും റദ്ദാക്കി പുതിയ രൂപത്തിൽ നടപ്പാക്കുന്നതിനുള്ള ബില്ലാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആരുടെയെങ്കിലും താൽപര്യത്തിനനുസരിച്ചല്ല ബില്ലുകൾ പാസാക്കേണ്ടതെന്ന് ബിൽ അവതരണത്തെ എതിർത്ത പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. और पूर्वाग्रहों के आधार पर न तो पेश होना चाहिए और न ही पास होना चाहिए. ദേശീയ നേതാക്കളെ അപമാനിക്കുന്ന ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് NK പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. പദ്ധതിയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണമെന്ന് ശശി തരൂരും ചൂണ്ടിക്കാട്ടി. എന്നാൽ രാമരാജ്യത്തിലേക്കുള്ള കാൽവയ്പെന്ന് ബിൽ അവതരിപ്പിച്ച കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവകാശപ്പെട്ടു. बापूजी का पूरा सम्मान करते हुए राम राज की स्थापना मतलब दैहिक भौतिकता का राम राज काहू नहीं व्यापा हर गरीब को भरपूर रोजगार मिले. മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ മഹാത്മജിയുടെ ചിത്രമുയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തേക്ക് മാർച്ച് നടത്തി. നാളെ ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവും വഹിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പേരുമാറ്റലിന് പുറമെ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ചെലവിന്റെ 40% സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് മാറ്റുന്ന വ്യവസ്ഥയടങ്ങുന്നതാണ് ബില്ല്. പുതിയ ബില്ലിൽ തൊഴിൽ ദിനങ്ങൾ 125 കൂട്ടിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.